സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ആജു റെഡിയായി റൂമിന്റെ ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. രാത്രിയിൽ കണ്ട അതേ മുഖം എന്തിനാണിപ്പോൾ ഇവിടെ വന്നത് എന്നൊരു ചിന്ത അവനിലുള്ളിലെടുത്തു. ഹായ് അജു, അറിയോ, ഓർമ്മയുണ്ടോ? ഒന്തിത്തള്ളി റൂമിലേക്ക് കയറുന്നവൾ അജു പുരികൻ ചുളിച്ചുകൊണ്ട് നോക്കി. ഒരു ചെറിയ ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് വേഷം. കാൽത്തുടകൾ നല്ല വ്യക്തമായി കാണാം, അതുപോലെ ശരീരഭാഗങ്ങളും. അവൾ അജുവിനെ ആകെ മൊത്തമൊന്ന് നോക്കി. ഹോ, അവൾ കണ്ണൊന്ന് അടച്ചു തുറന്നു. അന്ന് പോകുമ്പോൾ കണ്ട അജു അല്ല മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒന്നുകൂടെ സുന്ദരനായിരിക്കുന്നു, ബോഡി ഫിറ്റായിട്ടുണ്ട്. പറ, ഓർമ്മയുണ്ടോ? അജുവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒന്നുകൂടെ അവൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അജു പെട്ടെന്ന് അവൻ്റെ കൈ കൊണ്ട് അവളെ തടഞ്ഞു. അവർക്കിടയിലിരിക്കുന്ന അജുവിൻ്റെ കൈകൾ അവളുടെ വയറിനും മാറിനും ഇടക്കായി അമർന്നു. പെട്ടെന്ന് അജു കൈ വലിച്ചു. എന്താ പേര് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ പറഞ്ഞു. അജുനിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ടല്ലേ? ഇടയ്ക്ക് പോകുമല്ലേ? രണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. ആരുടെ അമ്മ? ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നത്? അജു എന്തൊന്നും മിണ്ടാത്തത്? എന്നോടൊന്നും ചോദിച്ചില്ലെങ്കിലും ഞാൻ ചോദിക്കുന്നൊക്കെ മറുപടി തന്ന ആളല്ലേ? പറ, ഓർമ്മയുണ്ട് എന്നെ? ഒരുമാതിരി വൃത്തികെട്ട ശബ്ദത്തിൽ. അവൾക്കത് ഹസ്കി വോയിസിലാവും. പക്ഷെ അജുവിനൊന്നും തോന്നിയില്ല. ഒരുമാതിരി ജലദോഷം പിടിച്ച ശബ്ദം മടഞ്ഞു പോയ പോലെ. ഇല്ല, ഇനിയും ഓർമ്മയുണ്ടോ എന്ന് കേൾക്കണമെന്ന് കരുതി അവൻ വേഗം ഇല്ലെന്ന് പറഞ്ഞു. എടുത്തു ചാടി ഒന്നും പറയാൻ പറ്റില്ല. ഇവൾക്ക് മുന്നിലും അഭിനയിക്കേണ്ടതായി ഉണ്ടെങ്കിലോ? ഇത്ര വേഗം മറന്നോ? ഞാൻ എത്രമാത്രം ഉമ്മ തന്നിട്ടുണ്ട്. ഉമ്മയോ? ഈശ്വര, ഇവളിത് എന്തൊക്കെയായി പറയുന്നത്? പെണ്ണെ, എൻ്റെ ദന്തം നീ പറയുന്നത് കേട്ടാ ആ ചുണ്ട് അവിടെ കാണില്ല. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല, എന്തൊക്കെയോ അറിയാനെന്ന പോലെ. അന്ന് ഉത്സവത്തിന് വന്നു പോയതി പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ദിവസമാവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരാളെന്നെ മറന്നില്ലേ? ഒരു ചെറിയ പരിഭവത്തോടെ അവൾ അജുവിനെ നെഞ്ചിൽ കുത്തി. അതിനകത്തിരുന്ന് അവൻ്റെ നന്ദക്കാണ് ആ ഇടി കിട്ടിയതെന്ന് ചെക്കന് മനസ്സിലോത്ത് ചിരിച്ചു. ഞാൻ ജിതിൻ്റെ ഫ്രണ്ടായിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അജുവിൻ്റെ ഒരേ ഒരു മുറപ്പെണ്ണായിട്ടാ. ഓ, ആ പാരട്ട തള്ളിയുടെ മകളാണല്ലേ? ആ പെണ്ണ് നന്ദു പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് പറഞ്ഞില്ല എന്താ തെരിയുള്ളത്? അജു ഒന്ന് ചിരിച്ചു. അവൾ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ഇത്തവണ അവൻ തടുക്കാൻ നിന്നില്ല, പക്ഷേ അവിടുന്ന് മാറി നിന്നു. അവൾ പകപ്പോടെ അജുവിനെ നോക്കി. പണ്ടും എങ്ങനെയായിരുന്നു? ഒന്നടുത്തേക്ക് പോകുമ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കും. ഇടയ്ക്കൊന്ന് തൊട്ടിട്ടും പിടിച്ചിട്ടുള്ളതൊഴിച്ച് വേറെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ തനിക്കതിന് പകരം കിട്ടിയതോ? അവൾ പഴയതെല്ലാം ആലോചിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ തടവി. അന്നൊരിച്ച് ശ്വാസത്തിന് വേണ്ടി ആ കയ്യിൽ കിടന്ന് പിടഞ്ഞത് മറക്കില്ല, മരിച്ചാലും മറക്കില്ല. പക്ഷേ അതെല്ലാം ഈ വരവോടെ തീർക്കണം. എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ വരവ്. അവളൊരു ചിരിയോടൊന്ന് നേരെ നിന്നു. എന്തോ ആ വളഞ്ഞ കുത്തിയുള്ള നൃത്തം കണ്ടപ്പോൾ അജുവിന് ചിരി വന്നു. ഭാവം വശീകരിക്കാൻ നോക്കുവാണ്. പൊന്നും പോളെ, ഇതിലും ഭംഗിയുള്ള ഒരു സർപ്പസുന്ദരിയുടെ ഭർത്താവാ ഞാൻ. അങ്ങനെയുള്ള എൻ്റെ ഭാര്യയുടെ മുന്നിൽ പോലും എന്നെ കണ്ടോട് പോയിട്ടില്ല. പോയിട്ടൊക്കെ ഉണ്ട്, മുഴുവനായിട്ട് പോയിട്ടില്ല. പിന്നെയാണോ നിന്റെ ചളിഞ്ഞ മോന്ത? അജു, എന്നോട് പിണക്കാണോ? അന്ന് വന്നപ്പോഴൊക്കെ നമ്മൾ തമ്മിൽ ചെയ്തൊക്കെ മറന്നോ? അവന് ഈ സമയം ഓർമ്മ വന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അവളോട് അടുത്താലോ എന്നൊരു ബുദ്ധിയും അവളിലുണ്ടായിരുന്നു. അതാണ് ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു പിടിപ്പിക്കുന്നത്. അന്ന് നമ്മൾ ഈ ബെഡിൽ പറയാൻ വന്നത് നിർത്തിക്കൊണ്ട് അവൾ ബെഡിലേക്ക് നോക്കി. അപ്പോഴാണ് ഇന്നലെ രാത്രി വാതിൽ തുറന്നപ്പോൾ കണ്ണിൽ കണ്ട കാഴ്ചകൾ അവൾക്ക് ഓർമ്മ വന്നത്. അത് ചോദിക്കാൻ വേണ്ടിയാണ്, ആ പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് കുളിക്കുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് പോലും. പക്ഷേ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും എല്ലാം മറന്നുപോയി. അജുവാണെങ്കിൽ അവൾ ബാക്കി പറയുന്നത് കേൾക്കാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞതൊന്നും ഓർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവനിലൊരു പേടി നിറഞ്ഞു. കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും ആവരുത് എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. അജു, അവളെ തന്നെ നോക്കി നിൽക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് അവൾ ഒന്നുകൂടെ ചേർന്ന് നിന്നു. നന്ദു ആരാണെന്ന് ചോദിക്കാനും വേണ്ടി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അജുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഒരുമാതിരി വൃത്തികെട്ട നോട്ടാണ്. ഡി അജുവിനോട് എന്താ പറയാൻ തുടങ്ങി അവൾ ഞെട്ടിലോടെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ആകെ കലിപൂണ്ട് ചുവന്ന് തുറന്നു നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. അജുവാണെങ്കിൽ നീ തീർന്നടി എന്ന പോലെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി. നന്ദു അകത്തേക്ക് പാഞ്ഞു വന്നതും അജുവിനെ തള്ളി മാറ്റി അവൻ്റെ അടുത്ത് നിൽക്കുന്നവളുടെ കവളിൽ ആഞ്ഞടിക്കുന്നതും അജു ഏതോ ലോകത്തുന്ന പോലെ കണ്ടു. കവളിൽ കൈവച്ച് പകച്ചു നിൽക്കുന്നവളുടെ മറ്റേ കവളിലും നന്ദുവിൻ്റെ കൈ പതിഞ്ഞിരുന്നു. ഒരു രാത്രി അജുവിൻ്റെ മടിയിൽ കിടന്നതും അവൻ തള്ളി താഴെയിട്ടതും നീ ചീത്തയാണെന്ന് പറഞ്ഞത് മാത്രമായിരുന്നു അന്നേരം നന്ദുവിൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞവൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും നന്ദുവിൻ്റെ കൈ വിറച്ചു. രണ്ട് കവളിലും കൈവച്ചുകൊണ്ട് നന്ദുവിനെ പകച്ചു നോക്കി നിൽക്കുന്നവളുടെ കൈ തട്ടി മാറ്റി വീണ്ടും കൊടുത്തു. പടക്കം പൊടുന്ന പോലുള്ള ശബ്ദം കേട്ടതും അജു തലയെന്ന് കുടഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. നന്ദ! അജു നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു. നന്ദു കാത്തുന്ന കണ്ണുകളോട് അവനൊന്ന് നോക്കി. അവൾ അടുത്തേക്ക് വന്നിട്ട് മാറാതെ കല്ല് പോലെ നിൽക്കുന്നവനായിരുന്നു അന്നേരം അവളുടെ മനസ്സിൽ. മാറി നിൽക്കട പട്ടി!
അവളുടെ പട്ടി എന്നുള്ള ഒറ്റ വിളിയിൽ അജുവിൻ്റെ കൈകൾ അവളിൽ നിന്ന് അകന്നു. അത്രത്തോളം ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന നന്ദയെ അവൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അതിന് മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന ചിന്തയായിരുന്നു അവൻ. നീ ഒരു പെണ്ണാണോടി പുന്നാര മോളെ. നന്ദുവിൻ്റെ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള തെറി കേട്ട് അജുവിൻ്റെ ചെവിയിലാരിരുന്ന് മൂളിയതുപോലെ ഒരു മൂളക്കം കേട്ടു. ഇത്ര കാലം കണ്ട പെണ്ണല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് അജുവിന് തോന്നി. നന്ദ! അജു അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനെന്ന പോലെ അവളുടെ അടുത്തേക്ക് നീങ്ങുന്നുകൊണ്ട് വിളിച്ചു. അവന്തികയുടെ കൈകളെ പിടിച്ച് ഞെരിക്കുന്ന നന്ദുവിൻ്റെ കൈകളിൽ പിടിക്കാനായി അജു കൈ നീട്ടിയതും നന്ദുവിൻ്റെ കൈ തട്ടിമാറ്റി. എൻ്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാം ആ കൈ ഞാൻ വിട്ടും. പറയുകയായിരുന്നില്ല, അലറുകയായിരുന്നു. എന്തിന് അത് മനസ്സിലാവാതെ അജു നിഷ്കളങ്കത വാരി വിതറി അവളെ ഒന്ന് നോക്കി. പോട്ടൻ അഭിനയിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് നന്ദോൻ്റെ ആ നിഷ്കളങ്കതയിൽ വീണില്ലെന്ന് മാത്രമല്ല, അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ഒന്നുകൂടെ ചുവന്നു. അവൻ്റെ ആസ്ഥാനത്തുള്ള അഭിനയം കണ്ടതുകൊണ്ട് നീ ആരാ? നിന്റെ തൊള്ള രാധിക. അത്രയും നേരം ആരാ എന്താ എന്നൊന്നും ചോദിക്കാനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാതെ അടി വാങ്ങിച്ച് കൂട്ടിയവൾ നന്ദുവിനെ നോക്കി വിറയിലോട് ചോദിച്ചു. ആ നിമിഷം തന്നെ നന്ദു മറുപടിയും കൊടുത്തു. അവളുടെ ദേഷ്യം കണ്ട് കിളി പോയി നിന്നവൻ ആ നിമിഷം ഒന്ന് ചിരിച്ചു. അന്തസ്സായി തള്ളക്കും വിളിച്ചു. ഇങ്ങനൊരു പെണ്ണ്. സോറി, തന്തയ്ക്ക് വിളിക്കുന്നതാണ് ട്രെൻഡെന്ന് അറിയാം, പക്ഷെ തന്തയ്ക്ക് വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്ക് അറിയില്ല. നിന്റെ തള്ളയുടെ പേര് മാത്രമേ അറിയൂ. അതാ നിന്റെ തള്ളക്ക് വിളിച്ചത്. പാവം. പകച്ചുകൊണ്ട് കിളി പോയ പോലെ നന്ദുവിനെ നോക്കി നിൽക്കുന്ന അവന്തികയെ നോക്കി അജി ചിരിയോടെ പെറുപിറുത്തു. ആരാന്ന് ചോദിച്ചതിന് എത്ര തന്തക്കും തള്ളക്കും കേട്ടു. നീ എന്നെ അടിച്ചല്ലേ, കാണിച്ചു തരാം ഞാൻ. ആദ്യത്തെ പകപ്പ് മാറിയതും അവന്തിക പിറഞ്ഞു തുള്ളി. അവളുടെ അമ്മയുടെ അമ്മ പിറഞ്ഞു തുള്ളിയിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇവള്. നന്ദൊന്ന് പുച്ഛിച്ചു. നിനക്ക് കാണിക്കാൻ അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ അതൊക്കെ കാണാൻ നിൽക്കുന്നവരെ പോയി കാണിക്കടി. അല്ലാതെ കുടുംബത്തിൽ പിറന്ന ആണുങ്ങൾക്ക് നേരെ വന്നാലുണ്ടല്ലോ, കാണിക്കാൻ ഇങ്ങനെ മുഴിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ അരിഞ്ഞു കളയും ഞാൻ. നന്ദു നിന്ന് ചീറുമ്പോൾ അജു അവളെ തന്നെ നോക്കി നിന്നു. ഇങ്ങനെ കിടന്ന് തൊണ്ട കയറാൻ വല്ല കാരണവും ഉണ്ടാവും. അതാണ് ഇന്നലെ രാത്രി തന്നെ റൂമിൽ നിന്നും അവളെ കാണാൻ പോകാൻ നിന്നത്. നിനക്ക് ഞാൻ ആരാണെന്ന് തെളിയിച്ച് തരാം. എന്നെ തലിയെ നിന്റെ കൈയിനി നിന്റെ ശരീരത്തിൽ കാണില്ല. അവന്തിക നന്ദുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ നന്ദ അവളുടെ വിരലിൽ പിടിച്ച് തിരിച്ചു. വേദന കൊണ്ട് വാ തുറന്നവളുടെ വാ നന്ദു പൊത്തിപ്പിടിച്ചു. എൻ്റെ കൈയും കാലുമൊക്കെ എൻ്റെ ശരീരത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. നന്ദവളുടെ വിരലിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്തികയുടെ നോട്ടം നന്ദുവിൻ്റെ സിന്ദൂരത്തിലേക്കും അവളുടെ കഴുത്തിലേക്ക് കിടക്കുന്ന അർജുൻ എന്ന താലിയിലേക്കും പോയി. കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം അവൾക്ക് മനസ്സിലായി. ഇപ്പം നിന്നെ ഞാൻ വിടുവാണ്. എനിക്ക് ഒറ്റയടിക്ക് കൊല്ലുന്നത് ഇഷ്ടമല്ല, ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നതാ ഇഷ്ടം. അതുകൊണ്ട് മോളിപ്പോൾ ചെല്ല്. പിന്നെ ഇപ്പം ഈ റൂമിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇങ്ങോട്ടൊരു വരവുണ്ടാവരുത്. ഉണ്ടായ പിന്നെ മോള് ഇഴഞ്ഞ് നടക്കേണ്ടി വരും. ഭീഷണി രൂപത്തിൽ നന്ദു പറയുമ്പോൾ അവന്തിക നന്ദുവിനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. വായിലുള്ള പല്ല് പോലും ഇളകുന്നത് പോലെ, നാവ് പല്ലിൽ കൂട്ടിയിടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. നാവ് പോലും നേറിപ്പുകയുന്ന പോലെ. വലത്തെ കൈ ഉയർത്തി കവളിൽ വെച്ചപ്പോൾ ആ കൈ മൊത്തം വേദന. ചൂണ്ടുവിരലിൽ നിന്നുള്ള വേദന കൈയിലേക്ക് മൊത്തമായി പടർന്നു കയറുന്നു. നന്ദുവിന് മുന്നിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവൾ നന്ദു പറഞ്ഞ നിമിഷം തന്നെ ഒന്നും പറയാനോ ചിന്തിക്കാനോ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത്. നന്ദ! അവന്തിക പോകുന്ന ചുവന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന നന്ദുവിൻ്റെ ഷോൾഡറിൽ അജു കൈ വെച്ചു. ആ നിമിഷം തന്നെ നന്ദുവിൻ്റെ കൈ തട്ടിമാറ്റി. നന്ദയോ? ആരുടെ നന്ദ? ഏത് നന്ദ? കൈ എടുക്കടാ. നന്ദു തട്ടിമാറ്റിയ കൈ അജു വീണ്ടും അവളുടെ ഷോൾഡറിൽ വെച്ചതും നന്ദു അലറി. അജു പതിയെ കൈ വലിച്ചു. ശരിക്കൊരു ഭദ്രകാളി ലുക്കുണ്ടെന്നേ ഉള്ളൂ, വാ തുറന്ന തനി തറയാണ്. ഡാന്നോ? അജു അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. അതിലും വലിയൊരു ഉരുട്ടൽ തിരിച്ചു കിട്ടിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. പിന്നെ തന്നെ ഡീ വിളിക്കാൻ പറ്റുള്ളൂ? താനെന്നോ? അജു പതിയെ ചോദിച്ചു. നന്ദൊന്ന് നോക്കി. പെണ്ണ് വല്ലാതെ കിതക്കുന്നുണ്ട്, ദേഷ്യം കൊണ്ടാണ്. നീ ഇങ്ങനെ ടെററാവാൻ മതി എന്താ ഇവിടെ നടന്നത്? അജുവിനെപ്പോഴും ഒന്നും കലങ്ങിയിട്ടില്ല. മാറി മാറി കാരണം നോക്കി അടിക്കാനും തന്തക്കും തള്ളക്കും വിളിക്കാനും ഇഴയുമെന്ന് ഭീഷണിപ്പെടുത്താനും ഒക്കെ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് അവന് മനസ്സിലായില്ല. എന്തൊക്കെയോ നിന്ന് ചിലച്ചിരുന്നു. ഇനി അത് കേട്ട് കാണുമോ? നീ പൊട്ടനാണോ? പൊട്ടനോ? പെണ്ണവനെ നോക്കി പല്ല് കടിച്ച് പൊടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അജു ദേഷ്യത്തിൽ അവളെ നോക്കി. പെണ്ണിൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്ത മുഖം കണ്ടപ്പോൾ അവൻ്റെ പൊട്ടനും മണ്ണൊക്കെ വന്ന വഴിയെ ഓടി. പിന്നെ പൊട്ടൻ തന്നെയാണ്. ഒരു പെണ്ണ് വന്ന് മുന്നിൽ നിൽക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവൻ പൊട്ടൻ തന്നെയാ. പൊട്ട കാലിപ്പ് തീരുന്നില്ലല്ലോ. നന്ദ അജുവിനെ തുറച്ചു നോക്കി. ഒന്ന് പൊട്ടിച്ചതിലെടുക്ക് ദേഷ്യം കുറയും, പക്ഷെ ആ കൈ കൊണ്ട് അതുപോലെ ഒരെണ്ണം തിരിച്ചു കിട്ടിയാൽ താങ്ങില്ല. ഏയ്, അങ്ങനെ വേണ്ടാത്തൊന്നും ചെയ്തില്ല. ചെയ്യണോ? അജുവിനെ പറയാൻ അനുവദിക്കാതെ അവൾ ഇടയ്ക്ക് കയറി. അജു പല്ല് കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. വല തുണിയും കിട്ടിയ വായി കുത്തി തിരികായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും പ്രതികരിക്കാൻ അറിയണം. അല്ലാതെ ഇടിച്ചുകൊണ്ട് നിൽക്കുമല്ല ചെയ്യേണ്ടത്. അതിനാ ആരിളിച്ചോട് നിന്ന് പ്രതീക്ഷിക്കാതെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്ന് പകച്ചു. അത് നേരാ എന്ന് കരുതി നീ എന്നെ ഇങ്ങനെ തരം താഴ്ത്തലടി. അജു തിരിച്ചും പറഞ്ഞു. മിണ്ടാതെ കേട്ടോണ്ട് നിന്ന കാര്യം നടക്കില്ലെന്ന് അവന് മനസ്സിലായി.
ആ പെണ്ണ് എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് പറയാലോ ചെയ്യാലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴല്ലേ നിന്റെ മരണമാസം എൻട്രി. ഞാൻ പകച്ചു പോയി. ഞായി നന്ദു ചുണ്ടു ചുളുക്കി പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയിരുന്നു. അത് ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇങ്ങനെ കലിപ്പ് കാണിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അവളെ നേരത്തെ അറിയോ താൻ? ഇല്ല, എനിക്കാരും അറിയില്ല. പക്ഷേ അജുവിനറിയാം, നന്നായി അറിയാം. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിക്കോ. പിന്നെ മാനം പോയെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതാ. വരുന്നത് വരെ ഈ റൂമിൽ ഒറ്റയ്ക്കാ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. പക്ഷെ അവസാനത്തെ ആ കട്ടിയുള്ള മനസ്സിലായെന്ന ചോദ്യത്തിൽ തല താനെ കുലുക്കി. നന്ദു അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആദ്യം മുന്നിലുള്ള മിററിൽ കാണുന്ന അവൻ്റെ രൂപത്തിലേക്കൊന്ന് നോക്കി. അമ്മയെ പേടിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. എങ്ങനെ നടന്നിരുന്ന ചെറുക്കനായിരുന്നു. എല്ലാം ഓർമ്മയായി. പാവം. അമ്മേ! അവന്തികയുടെ അലറി കേട്ടതും രാധിക കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ഉറക്കം വിട്ടുമാറാത്ത ആ കണ്ണുകൾ അവളെ കാണുന്നതും പുറത്തേക്ക് തള്ളി. വേഗത്തിൽ ചാടിപ്പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ മോളെ, എന്തു പറ്റി? ഇതൊക്കെ എങ്ങനെ? രാധിക അവളുടെ രണ്ട് കവിളും തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ ആരാ? അവളെന്നെ തല്ലി. അവന്തിക നിന്ന് കിതക്കുകയായിരുന്നു. അത്രത്തോളം ദേഷ്യം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആരുടെ കാര്യം നീ പറയുന്നത്? അർജുൻ്റെ ഭാര്യ. അവന്തിക പറയുമ്പോൾ രാധിക ഞെട്ടി. അവന്തികയുടെ മുഖത്തുള്ള അടയാളങ്ങൾ, അതിന് കാരണം അവളാണോ? ഇതൊക്കെ അവൾ ചെയ്തതാണോ? അവളാണോ നിന്നെ തല്ലിയത്? രാധികയുടെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു. അവന്തിക തലകുലുക്കി. രാധിക പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവന്തിക അവിടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. പെട്ടെന്നൊന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ ശരിയാവില്ല. എന്തിനാണ് രാവിലെ തന്നെ ആ റൂമിലേക്ക് പോയതെന്നുള്ള ചോദ്യം വരും. അത് നല്ലതിനല്ല, ദോഷമായി ബാധിക്കും. പിന്നൊന്നും നടക്കില്ല. നീ എന്നെ വിട്. അവളോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം. എൻ്റെ മകളെ തലൻ അവളാരാ? അതല്ലമ്മേ, ഇപ്പൊ ഒരു പ്രശ്നം വേണ്ട. അത് ശരിയാവില്ല. എല്ലാവരും ഉള്ളതല്ലേ? ശരിയാണ്, എല്ലാവരും ഉള്ളതാണ്. രാവിലെ തന്നെ ഒരു പ്രശ്നം വേണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അവൾ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അതിന് പകരം കൊടുക്കണം. അവന്തിക പറയുമ്പോൾ രാധിക ഒന്ന് ചിരിച്ചു. അതെ, തിരിച്ചു കൊടുക്കണം. മകളുടെ മുഖത്തുള്ള അതുപോലെ അവളുടെ മുഖത്തും വരുത്തണം. അത് മാത്രമാണ് വേണ്ടത്. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അമ്മ താഴേക്ക് വാ. ശരി. അവന്തിക റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. രാധിക ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അമ്മേ, ഏട്ടനെവിടെ? റൂമിൽ കണ്ടില്ല. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. രാധിക പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി. അവരെ നോക്കിക്കൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങി.